ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഗോവർദ്ധനൻ ബാലചന്ദ്രനെ കാണാനായിട്ട് ആശുപത്രിയിൽ വരുവാണ്. ബാലേന്ദ്രൻ അയാളെ കാണുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു പോവാട്ടോ. എന്തായി, ഇനി കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്നെല്ലാം ചോദിക്കും. എല്ലാം അറിഞ്ഞു. പിന്നെ അലീനെ എന്നോട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ബാലേട്ടാ. കട പോലും തുറക്കണ്ടെന്ന് അവൾ പറയുന്നത്. എന്താ വേണ്ടത്? അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ലല്ലോ. അങ്ങനെ തന്നെ ചെയ്താൽ മതി. സ്റ്റാഫുകളോടൊക്കെ തൽക്കാലം ഒന്നും പറയാൻ പോകണ്ട, അവരൊക്കെ അങ്ങ് അറിഞ്ഞോളും. എന്തായാലും എനിക്ക് നീതി കൂടുതൽ എന്തനുഭവിക്കാനാണ് ഉള്ളത് ഗോവർദ്ധന എന്ന് ചോദിക്കുമ്പോൾ ബാലേട്ടൻ വിഷമിക്കാതെ ഒക്കെ ശരിയാവും. എന്ത് ശരിയാവാനാ? ഇനിയും എന്നെ ചിതയിലേക്ക് എടുക്കുമ്പോഴായിരിക്കും എല്ലാം ശരിയാവുന്നത്. മുമ്പൊക്കെ ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നപ്പോൾ ബാലേട്ടൻ തകരാതെ പിടിച്ചു നിന്നില്ലേ? പിന്നെയാണോ ഇത്? അങ്ങനെ അന്നൊക്കെ അങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. ഇന്നങ്ങനെയല്ല. ഇന്നെൻ്റെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോയി. രോഹിത്ത് അവൻ്റെ ഭാവി പോയില്ലേ? അതൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക. ഒക്കെ ശരിയാവും. ഒരു വക്കീലിനെ കാണണ്ടേ ബാലേട്ടാ? കാണണം. ഞാൻ വേണ്ടാന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മോനായി പോയില്ലേ? അവൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ? അതുകൊണ്ട് മാത്രം ഞാൻ പറയാം, നീ ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കണം. ജാമ്യം കിട്ടുമെന്ന് നോക്കണം. പിന്നെ വേറെ ഞാൻ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അലീനയോട് തന്നെ സംസാരിച്ചാൽ മതി. അവളോട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് മതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ബാലേട്ടൻ്റെ ഫോൺ എന്തിയേ? ഫോണ് എന്തിയെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിലില്ല. അത് അലീന വാങ്ങിച്ചിട്ട് പോയി. അതിലാരെങ്കിലുമൊക്കെ ഫോണും വിളിക്കുകയോ മെസ്സേജുകളൊക്കെ വരില്ലേ? ഇതൊക്കെ കണ്ട് ഞാൻ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവളത് വാങ്ങിച്ചുകൊണ്ട് പോയത്. സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചേക്കുക. അത് വിളിച്ചാലും കിട്ടത്തില്ല. നേരെ അലീനയും ചെന്ന് കാണുന്നതാണ് നല്ലത്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അങ്ങനെ ഗോവർദ്ധനൻ നേരെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. അവിടെ വരുമ്പോൾ തന്നെ അലീന ഭയങ്കര ടെൻഷനാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അലീനയ്ക്ക് ഒരു പേടിയുണ്ട്. രോഹിത്തിനെതിരെ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ രോഹിത്ത് അകത്താവില്ലേ? അതുകൊണ്ട് അലീന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് നേരെ രോഹിത്തിൻ്റെ റൂമിലേക്ക് പോവാണ്. അവിടെ ചെന്ന് റൂം മുഴുവൻ അരിച്ച് പറക്കാട്ടോ. എന്തെങ്കിലും ഫോട്ടോസോ പെൻഡ്രൈവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത പോലീസ് വന്ന് കണ്ടാൽ പ്രശ്നമാവുന്ന കാര്യങ്ങളുണ്ടോ എന്ന് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അലീനയുടെ കയ്യിൽ കിട്ടുകയാണ്. 1-2 പെൻഡ്രൈവും CD-യും പിന്നെ രോഹിത്തിൻ്റെ ഫോണോ എന്തൊക്കെയോ കിട്ടുകയാണ് കേട്ടോ. ഒരു പക്ഷേ പോലീസ് വന്ന് തെളിവെടുപ്പ് നടത്തിയാലും തെളിവായിട്ടൊന്നും കിട്ടാൻ പാടില്ല. അതുകൊണ്ട് പലതും അവിടുന്ന് മാറ്റിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഗോവർദ്ധനം വരുന്നത്. വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ബബിത പോയി തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ ബബിതയോടും കൃഷ്ണയോട് വിശേഷങ്ങൾ അന്വേഷിച്ചിട്ട് അലീന എന്ത് ചെയ്യാൻ ചോദിക്കുകയാണ്. അലീന മുകളിലുണ്ട്. എന്നാൽ ഞാൻ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് മേളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കിനും ബബിത ചോദിക്കുന്നുണ്ട്, അങ്കളെ എന്താ കാര്യം? അച്ഛൻ ചില കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, അത് അലീനയോട് പറയണം. ഞങ്ങളെന്താ കേട്ടാൽ? ഞങ്ങളും അച്ഛൻ്റെ മക്കൾ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. ഒരക്ഷരം ഇണ്ടാതെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് നേരെ മേളിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോൾ അലീന രോഹിത്തിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഗോവർദ്ധനെ കാണുമ്പോൾ തന്നെ അലീന, അങ്കളെ എന്താ അങ്കളെ അങ്കിൾ വന്നത്? വേറെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് അലീന പറയുന്നത്, രോഹിത്തിൻ്റെ റൂമാണ്. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഫോണോ കാര്യങ്ങളോ തെളിവായിട്ട് കിട്ടണ്ടല്ലോ. അത് പിന്നീട് അവനത് ദോഷമാവണ്ടല്ലോ എന്ന് വെച്ചാൽ അതൊക്കെ മാറ്റുമായിരുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ കടയിലാണെങ്കിലും നീ പറഞ്ഞതുപോലെ തുറക്കാതിരുന്നത് തന്നെയാണ് നല്ലത്. അവിടെ വന്ന് കല്ലേറും ഒക്കെ ആയിരുന്നു ആൾക്കാർ. സോഷ്യൽ മീഡിയയും വാർത്താ ചാനലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞാൽ പറയാൻ വേണ്ട, പുറത്തിറങ്ങാൻ തന്നെ പേടിയുണ്ട്. അങ്കിളും സൂക്ഷിക്കണം കേട്ടോ. അവരുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ കൈ കിട്ടിയാലും അവരൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കേ ഉള്ളൂ. അതൊക്കെ ശരിയാ. ഞാനാണെങ്കിൽ അന്നേ പറഞ്ഞതാ ഈ കൊല്ലപ്പള്ളിയിലെ ഹരിയുമായിട്ട് കൂട്ടുകൂടണ്ടെന്ന്. എന്നിട്ടും രോഹിത്ത് കേട്ടില്ല. അവൻ മഹാപന്യ, എനിക്കറിയാം. പിന്നെ ഇപ്പം തന്നെ ഈ പ്രശ്നം എന്തായി? അങ്കിള് ഒരു വക്കീലിനെ കണ്ടോ? വക്കീലിനെ അല്ലേ കാണാൻ പറ്റൂ, വേറെ ആരെയും കാണാൻ പറ്റിയില്ല അനിയിലെ. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടെ ഇവരൊന്നുമില്ല. ഈ പ്രതികളെ എല്ലാവരെയും അവർ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്, ചോദ്യം ചെയ്യാനും മറ്റുള്ള കാര്യത്തിനും. വക്കീലിനെ കണ്ടു, സംസാരിച്ചു. അതൊന്നും ജാമ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നേ പറഞ്ഞോളൂ. പക്ഷേ കിട്ടുമെന്നൊന്നും അറിയില്ല. പോരാഞ്ഞിട്ട് ഇപ്പോൾ പ്രശ്നക്കാരിയായ ഈ കൊച്ച്, ആ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഒരുപക്ഷെ അങ്ങനെ ആയിട്ടെങ്കിൽ പോക്സോ കേസിലേക്ക് മാറൂലേ എന്ന് ഗോവർദ്ധനൻ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അലീന പറയണ്ട, ആ കുട്ടിയുടെ പേരെന്തായിരുന്നു അങ്ങളെ അറിയോ? ശരണ്യെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോയതും അവിടെ കൊണ്ടുവച്ച് ഇവരിങ്ങനെയൊക്കെ ഉപദ്രവിക്കുകയും ചെയ്തതേ. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, കുറച്ച് സീരിയസ് കണ്ടീഷനിലാണ്. ആണോ? എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ
ആ കുട്ടിയുടെ അവസ്ഥ കൂടെ നമ്മൾ നോക്കണ്ടേ എന്ന് അലീന ചോദിക്കുകയാണ്. പക്ഷേ രോഹിത്തിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്തല്ലേ പറ്റൂ, രോഹിത്തിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ട കുട്ടി അവളുടെ കൂടെയല്ലേ എനിക്ക് നിൽക്കാൻ കഴിയുള്ളൂ, അവൾ എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാവും, കൊച്ചു കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ അലീന പറയാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് രോഹിത്തിനെ എങ്ങനെയാവും ഇത് ചെയ്തത് എന്നും ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ വരും. എങ്ങനെ ചെയ്യാനാ, മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ടുണ്ടാവും, അബോധാവസ്ഥയിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ കൊല്ലപ്പള്ളിയിലെ ഹരിക്ക് വേറെ എന്തറിയാം? അതെന്താ അലീന നീ അങ്ങനെ പറഞ്ഞത്? നിനക്ക് എന്താ ഇങ്ങനെ കൃത്യമായിട്ട് അറിയുന്നത് ചോദിക്കുമ്പോൾ അലീന പറയാ, അങ്കിളെ അവൻ എന്നോടും ഇതുപോലൊരു അടവെടുത്തതാ, പക്ഷേ ഞാൻ അന്ന് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് അവൻ്റെ കയ്യിൽ നിന്ന്. എൻ്റെ കയ്യിൽ കത്രിക ഉള്ളതുകൊണ്ട് അന്ന് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ തുടങ്ങണ്ട. അപ്പം തന്നെ പെട്ടെന്ന് ഗോവർദ്ധൻ അന്തം വിട്ട് പോവാട്ടോ. അപ്പോൾ കൊല്ലപ്പള്ളിയിലെ ഹരി പലതവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ, സാരമില്ല, ഇനിയിപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തണം, എന്തുണ്ടെങ്കിലും അങ്കിൾ എന്നെ വിളിച്ച് പറഞ്ഞേക്കണേ എന്നും പറഞ്ഞ് ഗോവർദ്ധൻ അവന് പോകാൻ ശ്രമിക്കുക കേട്ടോ. കാര്യങ്ങളൊക്കെ അലീനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മനു വരുന്നുണ്ട് കേട്ടോ. മനു നേരെ ദേഷ്യം പിടിച്ച് വീട്ടിലേക്ക് വരുവാണ്. പകുതി വഴി വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലീനെ വിളിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അലീന പറയുകയാണ്, മനുവേട്ടാ തെറ്റ് ചെയ്ത് ആരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, എന്നാലും ഒരു കാര്യം, രോഹിത് നിൻ്റെ അനിയനല്ലേ, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ എന്ന് ചോദിക്കാമോ? അതൊക്കെ ശരിയാ, അനിയനായാലും ആരായാലും എതിരെ നിൽക്കുന്നത് ഒരു പെൺകുട്ടിയല്ലേ, അതും പ്രായപൂർത്തിയാവാത്ത കുട്ടി, അവരെ കൂടി നമ്മൾ ആലോചിക്കണ്ടേ? ഒരു സാധാരണ വീട്ടിലെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്നാണ് ഗോവർദ്ധൻ അങ്കിൾ പറഞ്ഞത്. അതിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണോ? അവനൊക്കെ എന്നോട് എന്താ ചെയ്തത്? കൊല്ലപ്പള്ളിയിലെ ഹരി അന്ന് ഞാൻ അവരെ രക്ഷിച്ചു ആ ജയിലിൽ പോവാതെ, പക്ഷേ ഇത് അതുപോലെയാണോ മനുവേട്ട? അതുമാത്രമല്ല, അന്ന് ഈ രോഹിത്തിനോട് ഞാൻ പറഞ്ഞതാ, പലതവണ പറഞ്ഞതാ ഹരിയായിട്ട് കൂട്ട് വേണ്ടാന്ന്. അവൻ കേട്ടോ? ഇല്ല. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം, ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അതിന് ഞാൻ മുന്നിട്ട് തന്നെ നിൽക്കും എന്നും പറയാം. ശരിയാ, അലീന പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ മനു ദേഷ്യം പിടിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ കമലയാണ് ഡോർ തുറക്കുന്നത്. കമല ഉടനെ തന്നെ ചോദിക്കുന്നത്, എടാ മനു, നിനക്ക് ഹരിയെ ജയിലിൽ നിന്ന് ഇറക്കണ്ടേ, ജാമ്യത്തിൽ ഇറക്കണ്ടേ, അതിനുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? എന്തിനാ ഞാൻ ഇറക്കുന്നത്? അവനെ ഞാനെന്തിനാ പോകുന്നത്? വേറെ പണിയല്ലേ, അവനല്ലേ തെറ്റ് ചെയ്തത്? എടാ നിൻ്റെ അനിയനല്ലേ അവൻ, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? അല്ലെങ്കിൽ തന്നെ അവൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തോ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നപ്പോൾ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി, അവിടെ എന്തൊക്കെയോ ചെറിയൊരു തമാശ കാണിച്ചു, അതിനാണോ ഇത്ര വലിയ ഇത്? അമ്മേ, നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നാളെ തൊട്ട് റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ അതുപോലും അറിയില്ല എനിക്ക്. എന്ത് നിസ്സാരമായിട്ടാണ് നിങ്ങൾ പറഞ്ഞു തള്ളുന്നത്. പിന്നല്ലാണ്ട് അല്ലെങ്കിലും ലീന അവൾ ആ കുടുംബത്തിൽ വന്ന് കയറിയതിന് ശേഷം തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ദേ, നിങ്ങൾ മിണ്ടി പോവരുത്. നിങ്ങൾ ഒറ്റൊരുത്തിയാണ് നിങ്ങളുടെ മകനെ ഹരിയെ ഇങ്ങനെ ആക്കി തീർത്തത്. എല്ലാത്തിനും വളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരിക്കൽ അലീനയോട് ഇവൻ എന്താ ചെയ്തത്? മയക്കുമരുന്ന് കലക്കി കൊടുത്ത് എന്തൊക്കെയാണ് ചെയ്തത്? അന്ന് ഞാൻ അവന് കൊടുക്കേണ്ടത് കൊടുത്തു. പക്ഷേ അന്ന് നിങ്ങൾ പറഞ്ഞു വിലയ്ക്കോ നിങ്ങളുടെ മകനെ? ഇല്ല, സപ്പോർട്ട് ചെയ്തു. ഇനിയിപ്പോൾ അനുഭവിച്ചോ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഇത്രയൊന്നും അല്ല, വരാൻ കിടക്കുന്നതേ ഉള്ളൂ പുറകെ, അപ്പോഴേ അറിയാം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ട് തിരിഞ്ഞു പോവാണ് കേട്ടോ. ഉടനെ ശിവേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ കമല പറയാണ്. കമലയുടെ ഈ നിസ്സാരമായിട്ടുള്ള ഭാവവും ഒക്കെ കാണുമ്പോഴും എന്തായാലും ഹരിക്ക് കൂട്ടായിട്ട് രോഹിത്തും ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ശിവന് നല്ല ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് മനുവിനെ വിളിച്ചിട്ട് പറയാം, മനു നീ എങ്ങനെയെങ്കിലും ഒരു വക്കീലിനെ ഏർപ്പെടുത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മനു പറഞ്ഞിട്ട്, ഇല്ല അച്ഛാ, ഞാൻ എന്തായാലും അവന് വേണ്ടി ഇറങ്ങില്ല, എനിക്ക് നാണവും മാനവും ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേ അവന് വേണ്ടി വാദിക്കാൻ ചെന്ന ആദ്യം എന്നോട് ചോദിക്കുന്നത് എന്താവൂന്ന് അറിയോ? നീ അവൻ്റെ ചേട്ടനാണോടാ? നീ എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ടാ? നിനക്ക് ഇതൊക്കെ തന്നെയാണോടാ പണി എന്നൊക്കെ എൻ്റെ മുഖത്തോക്കി ചോദിച്ചാലേ എനിക്ക് മറുപടിയില്ല. എനിക്കങ്ങനെ വല്ലവരുടെ മുന്നിൽ ചെന്ന് മാനം കിടേണ്ട ആവശ്യമില്ല. ഹരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കട്ടെ. പിന്നെ എടാ അതല്ലെന്നേ, പോലീസുകാരന്മാർ അവനെ ഇടിച്ച് ശരിയാക്കും. അടിക്കാതെ ഇരിക്കാൻ 10,000-25,000 രൂപ നമുക്ക് കൊടുത്താലോ? വേണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട, ഞാൻ കൊടുക്കില്ല. അവനെ ഇടിച്ച് പഞ്ചറാക്കട്ടെ, അതാ നല്ലത്. ഇനിയെങ്കിലും മര്യാദ പഠിക്കട്ടെ. അലീനയോട് കാണിച്ചതൊക്കെ അച്ഛൻ മറന്നുപോയോ? അന്ന് ആരെങ്കിലും താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ വരുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ മനു അച്ഛനോട് പറയാട്ടോ. അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ കമല വീണ്ടും ദേഷ്യത്തോടെ ചെല്ലുക. സ്വന്തം അനിയനെ ഇടിക്കാൻ പറഞ്ഞു കൊടുക്കുന്നു. പിന്നല്ലാതെ തെങ്ങിനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവന് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? നാളെ മുതലേ തലയിൽ മുണ്ടിട്ടോട് നടന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അവരങ്ങനെ പ്രശ്നത്തിലാണ് കേട്ടോ. പക്ഷേ
രോഹിത്തിനെ ബബിത രോഹിത്തിൻ്റെ സൈഡൊക്കെ നിന്ന് ബബിതയൊക്കെ സംസാരിക്കുന്നുണ്ടാകുന്നു. അലീനയ്ക്ക് തീരെ പിടിക്കണില്ല. പിന്നെ ആകെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷനിലാട്ടോ മൊത്തത്തിൽ. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.